കണ്ടുപിടുത്തങ്ങള് അതിദ്രുതം വികാസം പ്രാപിക്കുന്തോറും ലോകം ആകർഷിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിദ്ധാന്തമുണ്ട്. അതാണ് ഇസ്ലാം. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഇസ്രാ മിഅ്റാജ് ചർച്ച ചെയ്യാൻ പോണത്, ഇനിയാണ് ചർച്ച ചെയ്യാൻ പോണത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയതിന് ശേഷം, ചൊവ്വയിലേക്ക് പാത്ത് ഫൈൻഡർ പോയ ശേഷം, സാറ്റേൺ സോയൂസ് പേടകങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ഈ ആകാശത്തിന്റെ ഇട്ടാവട്ടങ്ങളിൽ കറങ്ങിയപ്പോഴാണ് ഒരു പ്രവാചകൻ, ഒരു ഉമ്മിയായ അക്ഷരാഭ്യാസം പോലും നേടാത്തൊരു പ്രവാചകൻ, ഏഴാകാശം ഒറ്റ രാത്രിയുടെ അല്പഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട് വിട്ടുകടന്നിട്ട് ആ രാത്രി തന്നെ വിരിപ്പിൽ വന്ന് കിടന്നിട്ടുണ്ട്. എത്രയും കാരണം എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ നക്കിറയാൻ അല്ലൈല, ആ രാത്രി എന്നല്ല ഖുർആൻ പറഞ്ഞത്. ലൈലൻ, രാത്രിയുടെ അല്പഭാഗം ഉപയോഗിച്ചിട്ട് ഈ ലോകത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും, ഈ ലോകത്തിന്റെ എല്ലാ മറുലോകത്തിന്റെ അള്ളാഹു കാണിച്ചു കൊടുത്തു. എങ്ങനെ? മെന്റലി അല്ല, ഫിസിക്കലി. ഇതൊരു സ്വപ്നമല്ല, ശരീരം കൊണ്ട് പര്യടനം നടത്തി തിരിച്ചു വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്ലാം ഇനിയും വായിക്കാൻ പോകുന്നേ ഉള്ളൂ. മുഅ്മിൻ ഒരിക്കലും നിരായുധനല്ല. നിർ ആയുധൻ എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്തവൻ. കാരണം മുഅ്മിനിന്റെ ആയുധം ദുആ. നമുക്ക് എവിടുന്നും ഏത് കുടുങ്ങിയ സാഹചര്യത്തിലും അതിന് മക്കാമില്ല, മക്കാലുമില്ല, സ്ഥലവുമില്ല, സമയവും സന്ദർഭം ഒന്നുമില്ല, ഏത് സ്ഥലത്തൊന്നും. അതാണ് ഇസ്ലാം ഇത്രയും വായിക്കപ്പെടാൻ കാരണം. ഒരുപാട് ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചതിന്റെ മെയിൻ കാരണം സ്ഥലം ഇല്ല, കാലമില്ല ദൈവത്തെ കണ്ടെത്താൻ. ഏത് സ്ഥലത്തും അവർക്ക് നമസ്കാരമുണ്ട്. പ്രാർത്ഥനാലയത്തിൽ നിന്ന് മാത്രമല്ല. അത്തിപ്പറ്റ ഉസ്താദിന്റെ ശൈലി അതല്ലേ? കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉസ്താദിന്റെ കയ്യിൽ ഒരു ചാലുമുണ്ടെങ്കിലും ഉണ്ടാകും, ഒരു വൃത്തിയുള്ള ചാലുമുണ്ട്. എന്തേന്ന് ചോദിച്ചു? ഭൂമി മുഴുവൻ നമുക്ക് വേണ്ടി ശുദ്ധമാക്കി തന്നവനാ പഠിച്ചവൻ. ഉണങ്ങിയ ഭൂമി, നനയാത്തൊരു ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ. എത്ര പറമ്പിലാണ് ഉസ്താദ് ജമാഅത്ത് നടത്തിയത്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ഐഡിയോളജി അവിടെയല്ലേ കാലിക പ്രസക്തി നേടുന്നത്. ദൈവത്തെ കാണണോ? എവിടെയും പോകാം, എവിടുന്നും ചോദിക്കാം. ദൈവം കൂടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മളെ മനസ്സ് പൂജാമുറി. മറ്റുള്ള മതക്കാർ ഇസ്ലാമിനെ പറ്റി പറയുന്ന കാര്യമാണത്. ഹൃദയം പൂജാമുറി. അവന്റെ കയ്യിൽ എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വെപ്പൺ കൂടിയുണ്ട്, അല്ലേ? എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയാണ് റബ്ബ് ഓർക്കപ്പെടുക. അപ്പൊ ഇസ്ലാം വീണ്ടും വീണ്ടും പഠിപ്പിക്കപ്പെടുകയായിരിക്കും. ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ. വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റ് മതങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നിരീശ്വരത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇസ്ലാം എന്ന മതത്തെ പറ്റി അവർ പഠിച്ചു ഭയങ്കരമായിട്ട്. ഇപ്പൊ ലണ്ടനിൽ ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മലയാളിയാണ്, UK ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് മുസ്ലിം യൂണിവേഴ്സിറ്റികൾ അവിടെ വന്നിട്ടുണ്ട്. മുസ്ലിം യൂണിവേഴ്സിറ്റികൾ എവിടെ? UK വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്ഭുതമാണ്. നമ്മളെ നാട്ടിലെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഇനിയും വരും എന്ന കാര്യത്തെ പറ്റി. എന്നാൽ UK അതിഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ കടന്നു വന്നിരിക്കാൻ. എന്തേ? അത് മതത്തോടുള്ള പ്രതിപത്തി വർദ്ധിക്കാൻ. അതും ചെറുപ്പക്കാരായ ആളുകളിലൊക്കെ ഭയങ്കര എത്തിക്സ് ഒക്കെ ഭയങ്കരമായിട്ടാണ് അവർ ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി ഒക്കെ അവർ കീപ്പ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ജീനും പാൻറ്റൊക്കെ ഇട്ട് നല്ല ഹൈ പ്രൊഫൈലിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ മനസ്സ് ശുദ്ധാണ്. അവർ ളുഹ പതിവാക്കുന്നവരാണ്, അവർ തഹജ്ജുദ് മുടക്കാത്തവരാണ്. അങ്ങനെ ഒരുപാട് യുവാക്കളുടെ ഒരു ശ്രേണി തന്നെ ഇന്ന് ലണ്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട്. എന്തേ? അവരെ കണ്ടപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്ക് തോന്നിയത് ഈ മതത്തിലേക്ക് വരാനാണ്. കാരണം അവരൊരിക്കലും തീവ്രവാദപരമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല, അവർ തീവ്രവാദപരമായ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അവരെന്ത് ചെയ്തു? അവരിങ്ങനെ സൗമ്യരായി ജീവിച്ചു. അപ്പൊ വേറുള്ളവർ, അവരുടെ കോ കമ്പാനിയൻസ്, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ ആലോചിച്ചു, പഠിച്ചവനെ ഇത്രയും സൗന്ദര്യം ഇവന്റെ ഹൃദയത്തിൽ കിടക്കണ ഈ മതത്തിനാണല്ലോ, അതുകൊണ്ടല്ലേ ഇവന്റെ പെരുമാറ്റത്തിന് ഇത്രയും സൗന്ദര്യം ഉണ്ടായത്. എന്നിട്ട് ആളുകൾ അതിലേക്ക് ഇങ്ങനെ ആകർഷണീയരായി. ദീൻ അതാണ്, ദീൻ എപ്പോഴും അതാണ്. നമ്മൾ കൊട്ടിഘോഷങ്ങളേ അല്ല ദീൻ. എല്ലാ യുവാക്കളും നമ്മളെ നാട്ടിൽ തീരുമാനിച്ച് എൻ്റെ മതത്തെ ഞാൻ പറയിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഇസ്ലാമിന്റെ കട്ടൗട്ട്, നമ്മളാണ് ഇസ്ലാമിന്റെ ഫ്ലെക്സ് ബോർഡ്. നമ്മളെ നോക്കിയിട്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. നമ്മളെ ചെറുപ്പക്കാർ അനവരതം കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ലഹരി പദാർത്ഥങ്ങളോട് എന്താ പറയുക വിരക്തി കാണിക്കണം എന്നുള്ള നിഷ്കർഷതകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മളെ വായിക്കുന്നവർ. ഇസ്ലാമിനെ ആരും വായിക്കണമെന്നില്ല.
നമ്മളിലൂടെയാണ് ഇസ്ലാമിനെ വായിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാലിക് ദീനാറിന്റെ അനുയായികളുടെയും ജീവിതം കണ്ടപ്പോഴാണ് മഹാപിള്ള, അന്ന് അത്ര കാലം വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ബാലകൃഷ്ണപിള്ള, ശിവകൃഷ്ണപിള്ള, രാജൻ പിള്ള, ഒരുപാട് പിള്ളമാരുണ്ടായിരുന്നു. ഈ പിള്ളമാർക്കിടയിലേക്കാണ് അറബികളായ കുറച്ച് ആളുകൾ വന്ന് അവരുടെ അനന്തരഗാമികളായി ജീവിക്കുന്നവരെയും കണ്ടു. അപ്പൊ പറഞ്ഞു, ഇത് വെറും പിള്ളയല്ല, ഇത് മഹാപിള്ളയാൻ. അവർ ഭക്ഷണം കഴിയുന്നതിന് മുമ്പ് കൈ കഴുകണം, അവർക്ക് പന്നിമാംസം നിഷിദ്ധം, അവർക്ക് നായ തൊട്ടത് നിഷിദ്ധം, അവര് റമദാൻ എന്ന് പറയുന്ന മാസത്തിൽ വ്രതം എടുക്കുന്നവര്, അവര് പെണ്ണിന് പരിശുദ്ധി കൊടുക്കുന്നവര്. അതുകൊണ്ട് പെണ്ണിന്, കാരണം അന്ന് നമ്പൂതിരി ജനവിഭാഗമൊക്കെ സ്ത്രീകളെ അന്തർജനം എന്ന് പറഞ്ഞ് കണ്ട സമയമാണ്. വെള്ളത്തോളൊക്കെ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എഴുതാനുള്ള പശ്ചാത്തലം അതാണ്. തസ്കേരനല്ല ഞാൻ, മുഷ്കേരനല്ല ഞാൻ, തമ്മാടിയല്ല ഞാൻ, മുഗ്ധശീലേ ദേവി തൻ ദാസ്യം ഗോധിക്കും ഒരുത്തൻ ഞാൻ, ഈ വീടേക്കു ദാസഗൃഹം എന്ന് പറഞ്ഞ് ഭാരത സ്ത്രീയുടെ മഹിമാവിലാസങ്ങളെ പറയുമ്പോഴും ഒരു പറ്റം സ്ത്രീകള് മുലക്കച്ച ധരിക്കാൻ പോലും അധികാരമില്ലാതെ മലപ്പുറത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന് കുഴപ്പമെന്തായിരുന്നു? ദളിതയായിരുന്നു അവള് ചാമർ വിഭാഗത്തിൽപ്പെട്ട ചണ്ടാലിയായിരുന്നു. ആ ചണ്ടാലിയായതിന്റെ പേരിൽ മറക്കാൻ പാടില്ലത്രേ. 20ഉം 25ഉം വയസ്സായ യുവതികൾക്ക് 2 സ്തനങ്ങളും 2 വക്ഷോജങ്ങളും തുറന്നിട്ട് നടക്കണം. അമൃത കുംഭങ്ങളിൽ നിന്ന് അമൃതം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ 2 സ്തനങ്ങളും ഒരു മുലക്കച്ച പോലും ധരിക്കാതെ നടക്കണം. അപ്പൊ എന്താ? മറക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. അന്നല്ലേ നമ്മുടെ നാട്ടിൽ വർണ്ണാശ്രമധർമ്മം വന്നത്? എന്താ ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാല്? 4 ആശ്രമങ്ങളാണ്. അത് വർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് ബ്രാഹ്മണൻ, അവനാണ് ഏറ്റവും ഉന്നതിയിലുള്ളവർ. വേദങ്ങൾ അവരുടെ കയ്യിലാണ്, സംസ്കൃതം അവരുടെ കയ്യിലാണ്, ഭാഷ അവരുടെ കയ്യിലാണ്, വിദ്യാലയം അവരുടെ കയ്യിലാണ്, അക്ഷരം അവരുടെയും അവരുടെ മക്കളുടെയും മാത്രം വരുതിയിലാണ്. രണ്ടാമത്തെ വിഭാഗക്കാരാണ്, അത് ക്ഷത്രിയരാണ്. ഈ ക്ഷത്രിയ വിഭാഗത്തിലുള്ള അധികാരം എന്താണ്? അവരാണ് രാജ്യഭരണം നടത്തേണ്ടവര്. മന്ത്രിമാരവരിൽ നിന്നാണ് കടന്നു വരിക. രാജ്യത്തിന്റെ മറ്റുള്ള പദവികളിലുള്ള ആളുകൾ, ഓരോ പ്രവിശ്യകളും ഭരിക്കേണ്ടവർ അവരാണ്. അവർ ക്ഷത്രിയന്മാരാണ്. അത് രണ്ടാമത്തെ വിഭാഗമാണ്. ബ്രാഹ്മണ വിഭാഗത്തിന്റെ നേരെ താഴെ വർണ്ണാശ്രമധർമ്മത്തിലെ 3ാമത്തെ വർണ്ണം ഏതാണ് വർണ്ണാശ്രമം? 3ാമത്തത് വൈശ്യ വിഭാഗമാണ്. ആ വൈശ്യ വിഭാഗത്തിന്റെ കയ്യിലാണ് വാണിജ്യം. ആ വൈശ്യ വിഭാഗത്തിന്റെ കയ്യിലാണ് കുടിൽ വ്യവസായം. ആ വൈശ്യ വിഭാഗത്തിന്റെ കയ്യിലാണ് വ്യവസായവും വ്യവഹാരവും കച്ചവടവും. മഹാത്മജി, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്, വൈശ്യനായിരുന്നു. നിങ്ങൾക്കറിയോ? എന്നിട്ട് കേരളത്തിലേക്ക് മഹാത്മജി കടന്നു വന്നപ്പോ ഒരു ബ്രാഹ്മണ വിഭാഗത്തിന്റെ കുലത്തിന്റെ തമ്പ്രാക്കന്മാരുടെ വീട്ടുപടിക്കല് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് ഒരു സ്വീകരണം വെക്കുകയാണ്. ആ സ്വീകരണ പരിപാടിക്ക് വേണ്ടി പുറത്താണ് സ്റ്റേജ് കെട്ടിയത്. എന്തേ സ്റ്റേജ് പുറത്ത് കെട്ടാൻ കാരണം? ബ്രാഹ്മണ വിഭാഗത്തിന്റെ വീട്ടിലേക്ക് വൈശ്യനായ മോഹൻദാസ് കരംചന്ദ് പ്രവേശിച്ചാൽ ആ വീട് അശുദ്ധമാകും. പക്ഷെ അത് പറഞ്ഞില്ല. അവരെന്താ പറഞ്ഞത്? പുറത്ത് ഞങ്ങൾ പ്രത്യേക സ്വീകരണം ഒരുക്കുകയാണ്, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നില്ല, മഹാത്മജിയെ പുറത്ത് ഞങ്ങൾ സ്വീകരിക്കാൻ. പക്ഷേ അതിന്റെ ഉള്ളുകള്ളികളൊക്കെ ചരിത്രം പിന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നു. ആ വൈശ്യനായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ്. വൈശ്യന്റെയും താഴെ ഒരു പണിയും എടുക്കാൻ അവകാശമില്ലാത്ത വെറും പട്ടികളെ പോലെ, തെരുവത്തെ പട്ടികളെ പോലെ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരു മഹാഭൂരിഭാഗം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. അവരാണ് ശൂദ്രൻ, അവരാണ് ശൂദ്രൻ. അപ്പോഴാണ് കുമാരനാശാൻ കവിത പാടിയത്, വേദങ്ങൾ ശ്രവിക്കുന്ന ശൂദ്രന്റെ കാതിലീയം സാദരമൊഴിക്കേണം എന്നുള്ള ഓരോ വിധി. വേദങ്ങളെങ്ങാനും ബ്രാഹ്മണൻ മാത്രാണ് വേദം പാരായണം ചെയ്യുക. അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന വേദത്തിന്റെ ശബ്ദം അവന്റെ പറമ്പിലൂടെ പാവപ്പെട്ട ഒരു ശൂദ്രൻ പോവുകയും ആകസ്മികമായി അവൻ അത് കേൾക്കാൻ ഇടവരുകയും ചെയ്താൽ ഈ ശൂദ്രന്റെ 2 കൈയും പിന്നിലേക്ക് കെട്ടിയിട്ടിട്ട് അവന്റെ 2 കാലുകളെയും ബന്ധിച്ചിട്ട് അവനെ ചെരിച്ച് കിടത്തിയിട്ട് അവന്റെ ചെവിക്കുന്നി പിടിച്ച് വലിച്ചിട്ട് ആ കർണപുടങ്ങൾക്കുള്ളിലേക്ക് ഈയം ഉരുക്കിയിട്ട് ഒലിച്ചു പാർന്നു. എന്തിന്? ഇനി അവന് പൂർണ്ണമായും അവൻ ബധിരതയിലേക്ക് പോകണം. ഇനി ജന്മണ്ടെങ്കിൽ അവന് ദൈവം കൊടുത്ത ശ്രവണ ശക്തി കൊണ്ട് വേദം കേൾക്കാൻ പാടില്ല. പിന്നെ ആ ശൂദ്രൻ ഒരു ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ബധിരരാക്കപ്പെട്ട ഒരുപാട് ശൂദ്രന്മാര് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ചിരുതമ്മ എന്ന് പറയുന്ന ഒരു യുവതി തന്റെ 2 മാറിടങ്ങളും, ആ പെണ്ണ് ദളിതയായിരുന്നു, അതുകൊണ്ട് മാറിടം മറക്കാൻ പറ്റൂല, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്റെ 2 മുലക്കണ്ണികളും
പീച്ചാത്തി കൊണ്ട് അരിഞ്ഞിട്ട് ആ ചോരയൊലിച്ചു കൊണ്ടിരിക്കുന്ന 2 അമൃത കുംഭങ്ങളുമായിട്ട് മലബാറിന്റെ നടുറോട്ടിലൂടെ സമരം നടത്തിയത്. അപ്പോഴാണ് ജനങ്ങൾ മറിച്ച് ചിന്തിച്ചത്. എന്നാൽ നിങ്ങൾക്കറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജാതിയില്ലാതെ, ലിംഗവ്യവസ്ഥിതിയില്ലാതെ, മറ്റുള്ള വ്യതിരിക്തതയില്ലാതെ ഒരു ആരാധനാലയത്തിന്റെ അകത്ത് പോയപ്പോ ഇവരെല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇതേ മതക്കാര്, ഇതേ നമ്മുടെ സഹോദര മതസ്ഥരായ ഹൈന്ദവ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇതൊന്നുമല്ല പിള്ള, ഇതാ ഒരു മഹാപിള്ള. ഖദ്ഖാമത്തിസ്സലാ എന്ന വാക്ക് പള്ളിമേടയിൽ നിന്ന് മുഴങ്ങിയപ്പോ ആദ്യം വെളുത്തോൻ, അവന്റെ കൂടെ കറുത്തോൻ, അവന്റെ കൂടെ മുതലാളി, അവന്റെ കൂടെ തൊഴിലാളി, ആ ഒരൊറ്റ സൊഫിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ എന്ത് എന്ന് പരിചയമില്ലാത്ത ഒരാൾക്കും തിരിച്ചറിയാത്ത രൂപത്തിൽ അവരൊന്നാണ്. അവരുടെ കേറി നിന്ന ഇമാമ പറഞ്ഞത്, സവ്വൂ സുഫൂഫക്കും, നിങ്ങൾ ഒന്നുകൂടി അടുപ്പിച്ച് നിൽക്കൂ, വഅതിമ്മുൽ ഖലൽ, നിങ്ങൾക്കിടയിലെ വിടവ് നികത്തൂ. വിടവുണ്ടാകാൻ പാടില്ല. ദൈവം തമ്പുരാന്റെ മുമ്പിൽ തക്ബീർ കെട്ടുമ്പോ നിങ്ങളുടെ ചുമലുകൾക്കിടയിൽ, നിങ്ങളുടെ ഷോൾഡർ, നിങ്ങളുടെ മടമ്പുകാല് കൂട്ടി ഉരസണം. നിങ്ങൾ ഐക്യബോധം പഠിപ്പിക്കണം. അങ്ങനെ പിരിഞ്ഞ് പള്ളിയിൽ നിന്ന് പോന്നവരെ പറ്റി ലോകം പഠിക്കാൻ തുടങ്ങി. ആ പേര് കിട്ടാൻ കാരണം മഹാപിള്ളയായത്, മാപ്പിള പിന്നെ അത് ലോപിച്ചാണ് ഉണ്ടായത്, അല്ലേ? അപ്പൊ ഇതൊക്കെ ചരിത്രം നമുക്ക് നൽകിയ ഒരു പ്രൗഢിയും ആഢ്യത്വവുമാണെങ്കിൽ ഇസ്ലാം എന്നുള്ളത് ജീവിതമാണ്. മുഹമ്മദ് മുസ്തഫ ഒരു ലൈഫ് സ്കൂളാണ്. ലൈഫ് സ്കൂൾ, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. ആ ലൈഫ് സ്കൂളിലെ ചാൻസലറാണ് ഞാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞാണ്, ഇസ്ലാം ലൈഫ് സ്കൂളാണ്. ഒരു മുസ്ലിമിന്റെ കൂടെ ഏതെങ്കിലും ഒരു മതസ്ഥൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ലൈഫ് സ്കൂളിലാണ്. കാരണം വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കാണുമ്പോൾ, ഭക്ഷണത്തോട് പോലും ഒരു നീതി നമുക്കുണ്ടല്ലോ. ഒരു വറ്റ് കളയാൻ പാടില്ല എന്നാ നമ്മുടെ നിഷ്കർഷത. അത് ദീനാണ്. അതൊരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എല്ലാവരും മുമ്പിൽ ഒരു 10 കിതാബ് ഓതുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും. ഇസ്ലാം ലൈഫ് സ്കൂളാണ്. ലൈഫ് സ്കൂളാണ്. ജർമ്മൻ ടീമിൽ നിന്ന് ഒരു മതക്കാരനായതിന്റെ പേരിൽ മാത്രം ബഹിഷ്കരിക്കപ്പെട്ട, ഫുട്ബോളിൽ നിന്ന് വിരമിക്കാനുള്ള സമയമാകുന്നതിന്റെ മുമ്പേ ഒരു ടീമിൽ നിന്ന് മനം മടുത്തിട്ട് രാജിവെക്കേണ്ടി വന്ന മസൂദ് ഓസിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ചെറുപ്പക്കാരനെ ഒരു മതത്തിന്റെ പേര് വിളിച്ചിട്ട്, ഒരു യൂറോപ്യനായ ഒരു ജാതി പേര് വിളിച്ചിട്ട്, മതത്തിന്റെ പേര് വിളിച്ചിട്ട്, എടാ മുസ്ലിമേ, എടാ തീവ്രവാദി എന്നും പറഞ്ഞിട്ട് ഒരു റൊട്ടിയുടെ കഷ്ണം മസൂദ് ഓസിലിന്റെ മുഖത്തേക്ക് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ, ജർമ്മൻ ലീഗ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുമ്പോ വലിച്ചെറിയാൻ ഓസിൽ എന്ത് ചെയ്തു? ആ റൊട്ടി കഷ്ണം ഒരു അന്നമാണ് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ നിലത്ത് വീണ റൊട്ടി കഷ്ണം എടുത്തിട്ട് മുത്തം വെച്ചു, അതിന് ഉമ്മ കൊടുത്തു. എന്നിട്ട് മുകളിലേക്ക് 2 കൈയും ഇങ്ങനെ ഉയർത്തി, അല്ലാഹുവേ, ഇതും നീ തന്ന അന്നമാണ്. അത് മാധ്യമങ്ങൾ പകർത്തി. പിന്നെ അദ്ദേഹത്തോട് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രപ്രവർത്തകർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആണോ ഉണക്ക റൊട്ടി കഷ്ണം കണ്ടപ്പോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് മുതിർന്നു? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത് ദാതാവാകുന്ന തമ്പുരാനാണ് ഈ അന്നം നൽകിയ, ദാനം ചെയ്തവൻ റാസിഖ്, അല്ലാഹു റാസിഖാൻ, അതിന് നന്ദി ഞാൻ കൊടുക്കണം. ചിലപ്പോൾ ഈ ജർമ്മൻ ഫുട്ബോൾ ലീഗിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ മിക്ക രാത്രികളിലും എൻ്റെ താമസം 7 നക്ഷത്ര ഹോട്ടലുകളിലായിരിക്കും. ഞാൻ ഭക്ഷിക്കുന്ന ഭക്ഷണം വിവിധ വർണ്ണങ്ങളുള്ള, വിവിധ രുചിഭേദങ്ങളുള്ള വ്യത്യസ്ത ഭക്ഷണങ്ങളായിരിക്കും. പക്ഷേ ഉണക്ക റൊട്ടിയും ഒരു അന്നമാണ് എന്നെൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്നുള്ളത് എവിടെയാണ് പ്രകാശിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ആ കോണ്ടസ്റ്റിൽ ആ മാധ്യമങ്ങൾ അത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു. ഇസ്ലാമിന്റെ ഈ സിംപ്ലിസിറ്റി അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ അറിയാൻ കഴിഞ്ഞു.